മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിലെ എത്രയും സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യാണ്. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഈശോയെ കൂടുതൽ അറിയാനും ഈശോയ്ക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാനും ഈ ഒരു ദിവസം നിങ്ങളെല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രഭാത വിരുന്നിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, സഹായം നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം. വചനം മാംസമായി അവതരിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചവളാണല്ലോ പരിശുദ്ധ അമ്മ. അപ്പം അമ്മയുടെ സഹായം വചനം കേൾക്കാനായിട്ട് നമ്മുടെ എല്ലാവരും മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് ഈ ഒരു പ്രഭാത വിരുന്ന് പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ, വെളിപ്പെടുത്തൽ, വചനം കൂടുതൽ കാര്യമായി ഗൗരവത്തോടുകൂടി അറിയാനുള്ള ഒരു 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 വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. വചനം കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേക ഒരു നിയോഗം വെക്കാവുന്നത്, കുറേയൊക്കെ പ്രതീക്ഷ അറ്റ് കഴിയുന്നവരായിട്ടുള്ള ആരെങ്കിലും നമ്മളുടെയൊക്കെ പരിചയത്തിലുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമുക്കൊന്ന് ഓർത്തിട്ട് ഇന്നത്തെ വചന വിചിന്തനം അവരുടെയൊക്കെ ആ ഒരു കുടുംബ പശ്ചാത്തലം, ജീവിത സാഹചര്യമൊക്കെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ആ ഒരു നിയോഗത്തോടു കൂടി നമുക്ക് വചനം കേൾക്കാനായിട്ട് ഒരുങ്ങാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങളാണ്. നമ്മൾ വചനം ഇങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമീൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ പലതവണ പല ഇടങ്ങളിൽ പല വിചിന്തനങ്ങളിൽ കേട്ടിട്ടുള്ള ഒരു വചനഭാഗമാണ് കടുകുമണിയോളം വിശ്വാസം. ഈ ഒരു വചനം തിരഞ്ഞെടുക്കാനും ഈ ഒരു പ്രത്യേക ആശയത്തിലൂടെ ചിന്തിക്കാനുമായിട്ടുള്ള കാരണമായത് ഒരു സ്ഥലത്ത് വായിക്കാനിടയായ ഒരൊറ്റ സെൻറ്റൻസാണ്. അതായത് അതിങ്ങനെയാണ്: കർത്താവിന്
1% മതി. കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ 1% മതി. ആ ഒരൊറ്റ സെൻറ്റൻസ് ഒരിക്കലും ഒരു സ്ഥലത്ത് വായിക്കുകയുണ്ടായി. കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ 1% മതി. അപ്പോൾ നമ്മൾ 1% എന്നൊക്കെ പറയുമ്പോഴേക്കും പൊതുവെ നമുക്ക് 100-ലാണ് കണക്കാക്കുന്നത് അല്ലേ? 100%വും 100%, 100% അല്ലെങ്കിൽ 10% എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം, 1%. അപ്പോൾ 100-ൽ നിന്ന് 1 പോയാൽ ബാക്കി 99%. അപ്പോൾ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും അത് 1% മതി എന്ന് പറയുമ്പോഴേക്കും ബാക്കി 99% ആരെടുക്കും? അല്ലെങ്കിൽ ആരിടും? ആര് തരും? അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും അതിനുള്ള ഉത്തരം കർത്താവ് നൽകുന്നുണ്ട്. 99% ഞാൻ ഇട്ടോളാം, നിങ്ങൾ എനിക്ക് 1% തന്നാൽ മതി. പ്രിയമുള്ള, അന്ന് ഇത് അച്ഛനെ വായിച്ചപ്പോഴേക്കും വളരെ വളരെ രസകരമായിട്ട് തോന്നി. ഈശോയ്ക്ക് 1% കൊടുത്താൽ മതി, ഈശോ 99% ഇട്ടോളൂ. അങ്ങനെ 100% ഈശോ തിരിച്ചു തരും. ഇതൊരു ഒരു ഒരു രസകരമായ ഒരു ആശയമാണെന്ന് തോന്നിയത്. അതുകൊണ്ടാണ് അച്ഛൻ ഈ വചനം എടുത്തത്. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം മതി. കടുകുമണി സീഡുകളിൽ, വിത്തുകളിൽ ഏറ്റവും ചെറിയ വിത്താണെന്നാണ് പറയുക. ഏറ്റവും ചെറിയ വിത്ത്. അതിൽ നിന്നാണ് കടുകിൻ്റെ ചെടി വരുന്നത്. പക്ഷേ കടുക് മരം, കടുകിൻ്റെ ചെടി എന്ന് പറഞ്ഞാൽ അത് മരമല്ല. വളർന്ന് അങ്ങനെ വലിയ തോതിൽ പന്തലിക്കുന്ന ഒരു ചെടിയല്ല കടുക് ചെടി. കടുകിൻ്റെ ചെടി ഏകദേശം നമ്മുടെ അരയുടെ അത്രേ വരുവുള്ളൂ. അരയ്ക്ക് അത്രേ ഉണ്ടാവുള്ളൂ. അതൊരു വലിയ മരമല്ല, അത് ചെടിയാണ്. ചെടിയുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. പക്ഷെ ഈ അരക്ക വരുന്നത്രോളം വരുന്ന ചെടിയുടെ വിത്ത് എന്ന് പറഞ്ഞത് വളരെ കുഞ്ഞാണ്, വളരെ ചെറിയ വിത്താണ്. ആ വിത്തിൽ നിന്നാണ് അരയോളം വലുതാകുന്ന ഒരു ചെടി ഉണ്ടാകുന്നത്. അതിൽ നിന്നും ധാരാളം വിത്തുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ പൊടി ചെറിയ ചെറിയ ശതമാനം മതി അത് അരയോളം വലുതാകാനായിട്ട്. അപ്പോൾ പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങളെ, ഈശോയ്ക്ക് 100% ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1% ഇട്ടാൽ മതി, ബാക്കി 99% ഈശോ ഇട്ടോളും. പ്രിയമുള്ള, ഇതൊരു ഒരു വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്ന് നമ്മൾ കാണാൻ വേണ്ടി, വിശ്വാസത്തിൽ നിന്ന് മാത്രം. ഇതിന് ചിലപ്പോൾ വളച്ച് ചില കുട്ടികളൊക്കെ ചിന്തിച്ചേക്കാം, അങ്ങനെയെങ്കിലും പഠിക്കണ്ടല്ലോ എന്ന് ചിന്തിച്ചേക്കാം. 99% ഈശോ ഇട്ടോളുമല്ലോ, ഞാൻ 1% പഠിച്ചാൽ മതി എന്നൊക്കെ ചിലപ്പോൾ അതിനെ തെറ്റായ രീതിയിൽ ഒന്ന് ചിന്തിച്ചേക്കാം. പക്ഷെ അതങ്ങനെയല്ല. ഇത് വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്ന് നമ്മൾ ഞാനും ഈശോയും തമ്മിലുള്ള ബന്ധത്തിൽ അത് വ്യക്തമായിട്ട് ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്ത് ഈശോ കാണിച്ചു തന്ന കാര്യമാണ്. എനിക്ക് നിങ്ങൾ 1% തന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് 99 തരാം. അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമല്ലേ ഈശോ 5 അപ്പം 5000 പേർക്കായിട്ട് നൽകിയത് അല്ലേ? 5000 എന്നുള്ള വലിയൊരു സംഖ്യയിലേക്ക് കയറാനായിട്ട് ഈശോയ്ക്ക് ആവശ്യം വന്നത് 5 എന്നുള്ള ചെറിയൊരു സംഖ്യയാണ്. അതാണ് ഈശോയുടെ പ്രത്യേകത. 5 എങ്കിൽ 5 ഉണ്ടായിരുന്നത് ഈശോയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോഴാണ് അത് 5000 എന്ന 3 പൂജ്യവും കൂടി ഇട്ട്, എന്ന് പറഞ്ഞാൽ ചെറുതല്ലല്ലോ. ഒരു സംഖ്യയുടെ വലതുവശത്തായിട്ട് 3 പൂജ്യം ചേർത്താൽ അതൊരു വലിയ സംഖ്യയായിട്ട് മാറും. അപ്പോൾ ഈശോയ്ക്ക് എപ്പോഴും 1% മതി. ഇനി എന്താണ് ഈ 1% എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയമുള്ള, അതിനൊറ്റ വാക്ക് പറയാം. ഹോപ്പ് പ്രതീക്ഷയാണ് 1%. എനിക്ക് ഈശോയിലുള്ള പ്രതീക്ഷയാണ് 1%. അത് മതി ഈശോയ്ക്ക് വലിയൊരു അത്ഭുതം സൃഷ്ടിക്കാനായിട്ട്, വലിയൊരു മാറ്റം സൃഷ്ടിക്കാനായിട്ട്. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ
17-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 10 കുഷ്ഠരോഗികള് അവര് നിലവിളിച്ച് ഉറക്കെ വിളിച്ച് ഈശോയെ ഞങ്ങളിൽ കനിയണമേ എന്ന് വലിയ പ്രതീക്ഷയില് കുഷ്ഠരോഗം മാറാൻ ഒരു സാധ്യതയില്ല. അവര് വിജനപ്രദേശത്ത് ഗുഹകൾക്ക് അടിയില് അല്ലെങ്കിൽ മലഞ്ചെരുവിൻ്റെയൊക്കെ അടിയില് പാറകളുടെ അടിയില് അവര് സമൂഹത്തിൽ നിന്ന് വിട്ടുമാറി ഒറ്റക്ക് ഭക്ഷണം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, കഴിച്ചെങ്കിൽ കഴിച്ച്, ഇല്ലെങ്കിൽ ഇല്ല എന്ന രീതിയിൽ വളരെ ദുരിതം പിടിച്ച ഏകാഗ്രതമായിട്ടുള്ള വിശപ്പുള്ള വേദനയുള്ള നല്ല ദുർഗന്ധമുള്ള ജീവിതത്തിലൂടെ കടന്നു പോകുന്നവര് ഈശോനെ കണ്ടപ്പോഴേക്കും ഒരൊറ്റ പ്രതീക്ഷയെ പുറത്ത് വന്ന് ചോദിച്ചു, ഈശോയെ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ എന്ന്. ഈശോ അവർ പറഞ്ഞില്ല, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾ പുരോഹിതന്മാരെ പോയി കാണിച്ചു കൊടുത്ത് കാഴ്ച സമർപ്പിച്ച് നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ. അപ്പോൾ 1% മാത്രമേ അവരിൽ പ്രതീക്ഷ ഈശോയിൽ ഉണ്ടായിരുന്നു. അത് ഈശോ 99 കൂടിയിട്ട് 100% അവരുടെ ശരീരത്തിന് 100% സൗഖ്യം നൽകി. ഈശോയ്ക്ക് 1% മതി. അതാണ് ഈശോയുടെ പ്രതീക്ഷ. നമ്മൾ വീണ്ടുമൊക്കെ യോഹന്നാന്റെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യത്തിൽ നമ്മളുടെ ഒരു വളരെ വളരെ ബെത്സൈദ കുളക്കടവിൽ കിടന്ന 38 വർഷമായിട്ട് തളർവാദം പിടിച്ചു കിടന്ന ആ വ്യക്തിയുടെയൊക്കെ അത്ഭുതകരമായ സൗഖ്യത്തിൻ്റെ പിറകില് അവനും ഈശോയും തമ്മിലുള്ള ബന്ധത്തിൽ നിമിഷ നേരം കൊണ്ടുണ്ടായ ഒരു, നമ്മൾ ഇപ്പോഴത്തെ ഭാഷയിൽ സ്പാർക്ക് എന്നൊക്കെ പറയും അതിന്, നിമിഷ നേരം കൊണ്ടുണ്ടായ ഒരു ഐ കോണ്ടാക്റ്റിൽ ഈശോ അവന് നൽകിയ ഒരു സൗഖ്യം എന്ന് പറഞ്ഞാൽ ദ ചോസൻ എന്ന് പറഞ്ഞ ആ സീരീസിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് ഈ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഒരു ഡയറക്ടറിൻ്റെ സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹം ഈ ബെത്സൈദ കുളക്കടവിൽ 38 വർഷമായിട്ട് കിടന്നവൻ അവൻ്റെ ചെറുപ്പകാലത്ത് എവിടെ നിന്നൊക്കെയോ വീണിട്ട് കാലിൻ്റെ അരയ്ക്കും താഴേക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ട് തളർന്ന് കിടക്കുന്നവന് അവൻ 38 വർഷമായിട്ട് ഓരോ തവണയും കുളത്തിലെ വെള്ളം ഇളകുമ്പോൾ അവൻ അരക്ക് താഴേക്ക് തളർന്നുകൊണ്ട് അവന് ഇറങ്ങി ഓടാൻ പറ്റാത്തതുകൊണ്ട് അവൻ നിരങ്ങി വരുമ്പോഴേക്കും അവന് മുൻപേ മറ്റുള്ളവർ അവൻ്റെ മേത്ത് ചവിട്ടി അവൻ്റെ തലയിൽ ചവിട്ടി ആ കുളത്തിലേക്ക് എടുത്ത് ചാടും. അവൻ ഓരോ തവണ വെള്ളം ഇളകുമ്പോഴേക്കും വളരെ ആവേശത്തിൽ ഇങ്ങനെ ഭൂമിയിലൂടെ ഇങ്ങനെ വിരലുകൾ കൊണ്ടിങ്ങനെ മാന്തി അടുക്കും. പക്ഷേ പറ്റുന്നില്ല. അതിനു മുമ്പ് വേറെ ആൾ ഇറങ്ങിയിരിക്കും. പ്രിയമുള്ളവരെ, അവനിലുണ്ടായിരുന്ന ആ ഒരു പ്രതീക്ഷ, എപ്പോഴെങ്കിലും എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും, എനിക്ക് സൗഖ്യം ലഭിക്കും. റഫായേൽ മാലാഖയാണ് വെള്ളം ഇളക്കിയിരുന്നത് എന്നാണ് ഏകദേശം ഒരു ചിന്ത നമുക്ക് കിട്ടുന്നത്. പ്രിയമുള്ളവരെ, ഇതാണ് ഈശോയുടെ കാഴ്ചപ്പാട്. ഈശോയ്ക്ക് 1% പ്രതീക്ഷ മതി. ഈശോയിൽ കടുക് മണിയോളം മതി. ഈശോ 99 കൂടി ഇട്ട് നമുക്ക് നിറച്ച് കുലുക്കി അളന്ന് കവിഞ്ഞ് നമുക്ക് തരും ഈശോ. പക്ഷെ 1%, 1% കൊടുക്കാൻ പറ്റണം. പണ്ട് കുറേ നാൾ മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതുപോലെ, ഒരു പഴഞ്ചൊല്ലില്ലേ, താൻ പാതി ദൈവൻ പാതി. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യണം, ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്തോളൂ, അല്ലേ? അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ പഠിക്കുന്ന കാലത്ത് അവൻ പറഞ്ഞത് ഒരുപക്ഷെ പഠിക്കാൻ ഇത്തിരി മടിയായത് കൊണ്ടായിരിക്കും, താൻ പാതി ദൈവം പാതി എന്നല്ല, ദൈവം പാതി ടീച്ചർ പാതി എന്നാണ്. അപ്പോൾ ദൈവവും ടീച്ചറും കൂടി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കോളും, എനിക്ക് ഇതിൻ്റെ അകത്ത് റോളൊന്നുമില്ല. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് പ്രത്യേകിച്ച് ഞാൻ മോശമാക്കി പറയുന്നതല്ല, ഒരു സ്ഥലത്തെത്താൻ പറ്റാത്ത രീതിയിൽ ആ ഒരു അവസ്ഥ ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നും പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ പ്രിയമുള്ളവരെ, ഇന്ന് ഈ വചനം കേട്ട് വിചിന്തനം ചെയ്യുമ്പോഴേക്ക് നമുക്ക് ചിന്തിക്കാം, ഈശോയെ ഞങ്ങൾക്ക് ഈശോയുടെ കയ്യിൽ
പ്രതീക്ഷയാകുന്ന, പ്രത്യാശയാകുന്ന 1% നൽകാൻ പറ്റട്ടെ. അങ്ങ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് 99 തരും, 100 ഞങ്ങളെ സംതൃപ്തരാക്കുമെന്ന ഉറച്ച ബോധ്യം, ഉറച്ച വിശ്വാസം ഇന്നത്തെ വചനവിജ്ഞത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബമുണ്ട്. അവര് ഈ ഒരു അവരുടെ ജീവിതയാത്രയിൽ അവർ 99% ദൈവത്തിന് കൊടുത്തിരിക്കുന്നത്. അവർ 100% ദൈവത്തിന് കൊടുത്തേക്കണേ, ദൈവം ഏറ്റെടുത്ത് ചെയ്തേക്കണം എന്ന രീതിയിൽ. എന്ന് പറഞ്ഞാൽ നിറയെ പ്രശ്നങ്ങളാണ്, നിറയെ ബുദ്ധിമുട്ടുകളാണ്, നിറയെ സങ്കടങ്ങളാണ്, നിറയെ കടബാധ്യതകളാണ്, നിറയെ രോഗങ്ങളാണ്. ഇതെല്ലാത്തിൻ്റെയും ഇടക്ക് ദൈവം തമ്പുരാൻ നോക്കി കണ്ട് ചെയ്തേക്കണം എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്ത ഒരു കുടുംബത്തെ അറിയാം. അവരിപ്പോഴും കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ കീഴിൽ ജീവിച്ചു പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് പ്രത്യേകമായിട്ട് ഈ വിചിന്തനത്തിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ കരത്തിലേക്ക് വിട്ടുകൊടുക്കാനായിട്ട് കഴിയട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ത്രിയേക ദൈവത്തിൻ്റെ ശക്തിപ്പെടലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൽ മാത്രം പ്രതീക്ഷ വെച്ചുകൊണ്ട് 99-100 കർത്താവ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുമെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ എല്ലാ വിശുദ്ധന്മാരുടെയും വിശുദ്ധമാരുടെയും ഞങ്ങളുടെ ദേവാലയത്തിൻ്റെ മധ്യസ്ഥൻ, അതുപോലെ ഞങ്ങളുടെ പേരിലുള്ള വിശുദ്ധൻ, വിശുദ്ധ മാലാഖമാരുടെ എല്ലാ സമൂഹവും വ്യൂഹവും ഞങ്ങളുടെ മേലെപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ എല്ലാ പ്രതീക്ഷയും സർവശക്തനായ ദൈവത്തിൽ മാത്രം ശരണം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള വലിയ കൃപയും ശക്തിയും ഞങ്ങൾക്കെല്ലാവർക്കും തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുരുളയണമേ. ആമേൻ. ും
മാറ്റി നിർത്തിടാം. ജന്മം നൽകിയോർക്കഭയമേകാ. വിഷം നിറഞ്ഞിടും ജീവിതം മാറ്റി നിർത്തിടാം. ജന്മം നൽകിയോർക്കഭയമേകാ. മരണക്കെണിയിൽ നിന്നും രക്ഷ നേടാം. നല്ല തലമുറയെ നാളേക്കായി വാർത്തെടുക്കാം. ഒന്നായി പോരാടാം. കൈകോർത്തിടാം. ലഹരി എന്ന വൻ വിപത്തിനെ അകറ്റിടാം. ഒന്നായി പോരാടാം. കൈകോർത്തിടാം. ലഹരി എന്ന വൻ വിപത്തിനെ അകറ്റിടാം. 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 സ്നേഹമുള്ളവരെ, നമുക്ക് ഒന്ന് ചേർന്ന് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ പരിശുദ്ധ പിതാവിനോടും എല്ലാ കാർഡിനാൾമാർ, മെത്രാന്മാർ, എല്ലാ വൈദ്യര്, സന്യാസികൾ, ആത്മായ സമൂഹത്തോടും ചേർന്നുകൊണ്ട് സ്വീകരിക്കുമ്പോൾ ഇതൊരു വിശുദ്ധിയുടെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥനയെ ബലപ്പെട്ട് ശക്തിപ്പെട്ട് മുന്നോട്ട് പോകാം. പ്രത്യേകിച്ച് ഗുഡ്നസ് TV-യുടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് പരസ്പരം ദൈവത്തിൽ ഒന്നപ്പെട്ടു പോകാം. അത് എപ്പോഴും ഒരു കൃപയാണ്, അല്ലേ? പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ടു പോവുകയെന്നത്. പ്രത്യേകിച്ച് ജപമാല കൂടാരത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമുക്കൊന്ന് തുടർന്ന് പ്രാർത്ഥിക്കാം. ഈശോ നമുക്കെല്ലാവർക്കും നല്ലൊരു ദിവസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.